ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്, നടന്നു പോകുന്ന വഴിക്ക് ഗാർബേജ് പൈൽ കാണുന്നു, അതിൻ്റെ ചുറ്റിലും കുറച്ച് സ്റ്റേ ഡോഗ്സ്, അലഞ്ഞെറിയുന്ന പട്ടികൾ. അപ്പോൾ അതിനെ നമ്മൾ ഫോട്ടോ എടുത്ത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് അയക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഇന്ന് ഹോളിഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒന്ന് പുറത്തു പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. എന്നിട്ട് അതുമായിട്ടുള്ള ഒരു സംഭാഷണം നോക്കാം. അതുവഴി കുറച്ച് പുതിയ വാക്കുകൾ നമുക്ക് പഠിക്കാം. അപ്പം ഇവിടെ അച്ഛനും മകനും തമ്മിലുള്ള, മകൻ്റെ പേര് വിജയൻ എന്നാണ്, ഇത് തമ്മിലുള്ളൊരു സംഭാഷണമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 4-5 പുതിയ വേർഡുകൾ, പലപ്പോഴും പുതിയതായിരിക്കില്ല, എന്നാലും അതൊന്ന് പറഞ്ഞേക്കാം. നോ, അറിയുക. ദെൻ ക്യാൻ, കഴിയും, നമുക്കറിയാവുന്ന വേർഡാണ്. ഇൻവൈറ്റ്, ക്ഷണിക്കുക. ദെൻ തോട്ട്, ചിന്ത. ഷുഡ്, ചെയ്യേണ്ടതാണ്, അതൊന്ന് ശ്രദ്ധിക്കണം. ബ്രിങ്, കൊണ്ടുവരിക. നീഡ്, ആവശ്യം. നീഡ് നോട്ട് അല്ലെങ്കിൽ നീഡ് ഇറ്റ്, ആവശ്യം ഇല്ല. നെക്സ്റ്റ്, അക്സെപ്റ്റ്, ഒഴിച്ച്. ആ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അക്സെപ്റ്റ്. അക്സെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുക. ഇത് അക്സെപ്റ്റ് ആണ്, ഈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ വീഡിയോ നോക്കാം. ഓക്കെ. സൺ, പപ്പ പപ്പ ടുഡേ ഈസ് ഹോളിഡേ. അപ്പം അച്ഛൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്, പപ്പ പപ്പ ടുഡേ ഈസ് ഹോളിഡേ. അപ്പം തന്നെ അച്ഛന് കാര്യം മനസ്സിലായി കാണും. പപ്പ, ഐ നോ, എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ അറിയുന്നു. നോ എന്ന് വെച്ചാൽ അറിയുക, അറിയുന്നു. സൺ, ക്യാൻ ബി ഗോ ഔട്ട് ഇൻ ദ ഈവനിങ്. നമുക്ക് വൈകുന്നേരം ഒന്ന് പുറത്തു പോകാമോ എന്നാണ് ചോദിക്കുന്നത്. കഴിയുമോ, പുറത്തു പോകാൻ കഴിയുമോ. പപ്പ, വേർ ക്യാൻ ബി ഗോ, നമുക്ക് എവിടെ പോകാൻ കഴിയും, ഒരു സജഷൻ ചോദിക്കും. സൺ, ടു ബീച്ച്, നമുക്ക് ബീച്ചിൽ പോവാം. പപ്പ, ഗുഡ് ഐഡിയ, നല്ല ഐഡിയ. സൺ, മേ ഐ ഇൻവൈറ്റ് ജോൺ വിത്ത് അസ്, ഞാൻ ജോണിനെ കൂടെ ഒന്ന് ക്ഷണിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. നമ്മളോടൊപ്പം ജോണിനെ കൂടെ ക്ഷണിക്കട്ടെ. ആ സെൻസിനെ ഒന്നുകൂടെ ഒന്ന് മാറ്റിയ, മേ ഐ ഇൻവൈറ്റ് മൈ ക്ലോസ് ഫ്രണ്ട് ജോൺ വിത്ത് അസ്, അങ്ങനെ വേണമെങ്കിലും പറയാം. അങ്ങനെ കുറച്ച് മാറ്റി മാറ്റി പറഞ്ഞു. പപ്പ, വയനാട്ട്, പിന്നെന്ത്. വയനാട്ട് എന്ന് വെച്ചാൽ പിന്നെന്ത്, ഒരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ മീനിങ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ നമ്മൾ പറയില്ലേ, പലപ്പോഴും കേട്ടുകയാണ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ, അതിന് പകരമാണ് വയനാട്ട്. ടെൽ ദിസ് പ്ലാൻ ടു മം. അപ്പോൾ പപ്പ ഒന്നുകൂടെ പറഞ്ഞു, ഈ പ്ലാൻ അമ്മയുടെ അടുത്ത് പറയും. വിജയ് സെറ്റ്, ആക്ച്വലി ഇറ്റ് ഈസ് മംസ് ഐഡിയ. യഥാർത്ഥത്തിൽ അത് അമ്മയുടെ ഐഡിയയാണ്. എന്നിട്ട് എന്താ വിജയ് ചെയ്തത്? ദെൻ ഹി കോൾ ജോൺ ടു ഇൻവൈറ്റ് ഹിം. എന്നിട്ട് ജോണിനെ വിളിച്ചു, ഫോണിലായിരിക്കും. ദെൻ ഹി കോൾ ജോൺ ടു ഇൻവൈറ്റ് ഹിം, അവനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വിളിച്ചു. ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് അർത്ഥം എടുക്കുക, ഇല്ലേ? ലേക്ക് എന്ന് അർത്ഥം എടുക്കുക. ടു ഡൽഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലേക്ക്. ഈ രണ്ടർത്ഥവും ഇപ്പൊ പഠിക്കും. ജോൺ അഗ്രീഡ് വിത്തൗട്ട് എനി സെക്കൻഡ് തോട്ട്. കൂടുതലൊന്നും ആലോചിച്ചില്ല, അതാണ് വിത്തൗട്ട് എനി സെക്കൻഡ് തോട്ട്. രണ്ടാമതൊന്നും ആലോചിക്കാതെ എന്നുള്ളൊരു പ്രയോഗമാണ്. വെറുതെ ഇട്ടെന്നുള്ളതേ ഉള്ളൂ, അത് ഒഴിവാക്കാൻ വേണം. ജോൺ അഗ്രീഡ് വിത്തൗട്ട് എനി സെക്കൻഡ് തോട്ട്. ജോൺ അഗ്രീഡ് ഇൻസ്റ്റന്റ്ലി എന്ന് പറഞ്ഞാലും മതി. ജോൺ അഗ്രീഡ് സഡൻലി, പെട്ടെന്ന് തന്നെ ജോൺ അഗ്രി ചെയ്തു, ഒന്നും ചോദിക്കാം. ദെൻ ജോൺ ആസ്ക്ഡ്, വാട്ട് ഷുഡ് ഐ ബ്രിങ്, ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? ഷുഡ്, ചെയ്യേണ്ടത് എന്താണ്, അതാണ് വാട്ട് ഷുഡ് ഐ ബ്രിങ്. യു ഷുഡ് ഗോ ദെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോകണം. യു ഷുഡ് ഡു ദിസ്, നിങ്ങൾ ഇത് ചെയ്യണം. അപ്പോൾ ഷുഡിൻ്റെ പ്രയോഗം ഒന്ന് അറിഞ്ഞേക്കുക, എപ്പോഴും പ്രയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഷുഡ്. വിജയ്, യു നീഡ് നോട്ട് ബ്രിങ് എനിത്തിങ്, നീ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. എക്സെപ്റ്റ് യുവർ ക്യാമറ, നിങ്ങളുടെ ക്യാമറ ഒഴിച്ച് വേറെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. എവറിത്തിങ് വിൽ ബി റെഡി ബൈ എസ്, എല്ലാം നമ്മൾ റെഡിയാക്കിയിരിക്കും. ആ സെൻസ് അതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ അതൊന്ന് കേട്ട് പറഞ്ഞ് ശീലിക്കാം. ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, എല്ലാം വളരെ സിമ്പിളാണ്. ഇതേപോലെ മുറിച്ച് വലിയൊരു സെൻറ്റൻസ് ഒന്നും ഇല്ലാതെ ഇംഗ്ലീഷ് പറഞ്ഞ് ശീലിക്കുക. പിന്നെ ഒരു കാര്യം, ഈ അറ്റ്, ഇൻ, ഓൺ, ഇത് കറക്റ്റായിട്ടേ സംസാരിക്കൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. കാരണം അതിന് കൃത്യമായ റൂളുകളൊന്നുമില്ല.
നമ്മളെ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊക്കെ കുറച്ച് മീനിങ്ങുകളുണ്ട്. ആ മീനിങ് വരത്തക്ക വിധത്തിൽ ഉപയോഗിച്ച് ശരിക്കും. ഓക്കെ, ഐ ആം സ്റ്റോപ്പിംഗ്. If you like this, please subscribe my channel and support me. Once again, thank you for all. This is Srimu.